ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ എന്താ ഉണ്ടാക്കുമെന്നായിരുന്നു എൻ്റെ കാര്യമാണ് പറയുന്നത്. അതേപോലെ തന്നെയായിരിക്കും നിങ്ങൾക്കും. രാവിലെ കിച്ചണിലേക്ക് ചെല്ലുന്നു, ചോറ് വയ്ക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഇത് എന്തുണ്ടാക്കും എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ പല പല ഐഡിയാസും വരും. അതിൽ ചിലതൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലർക്ക് ഇഷ്ടമാവും, ചിലർക്ക് ഇഷ്ടാവില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ലോക്ക്ഡൗൺ ആയ ശേഷം എല്ലാവരുടെയും ഒരുമാതിരി ഇഷ്ടങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും. എന്തെങ്കിലും കഴിക്കാൻ തരുമോ എന്ന് മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഒരു വീട്ടിലിരിക്കുന്ന സമയത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നും പറ്റില്ല, ചില സാധനങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ എല്ലാവരും അഡ്ജസ്റ്റായി, എല്ലാവരും നല്ല കുട്ടികളായി കിട്ടുന്നതൊക്കെ കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എന്താ റെസിപ്പിന്ന് ഞാനിപ്പോൾ തന്നെ പറയാം. മൈക്രോഗ്രീൻ വിത്ത് എഗ്, അതാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പിയുടെ പേര്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഞാൻ എൻ്റെ പച്ചക്കറി തോട്ടത്തിൽ വളർത്തിയ ഇലകളാണ്. നിങ്ങളും ഇതുപോലെ വളർത്തിയിട്ട് വേണം ഉണ്ടാക്കാൻ. പയർ മുളപ്പിച്ച് ചെറുതായിട്ട് വളർത്തിയ ഇലകളാണിത്. ഞാൻ വെറുതെ പറഞ്ഞാട്ടോ, എനിക്ക് പച്ചക്കറി തോട്ടമൊന്നുമില്ല. ഇത് ചെറിയ രീതിയിൽ നമ്മൾ അടുക്കളയിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇനിയിപ്പോൾ ഇതില്ലെങ്കിലൊന്നും വിഷമിക്കൊന്നും വേണ്ട. നിങ്ങൾ ഡയറക്റ്റായിട്ട് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ചീര അല്ലെങ്കിൽ പാലക്, ഉലുവയുടെ ഇല, ഇങ്ങനെ കഴിക്കാൻ കൊള്ളാവുന്ന ഏതില വേണമെങ്കിലും ഈ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾക്കും ഉണ്ടാക്കാം. ആദ്യം ഈ ഇലകളൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം നമ്മൾ സാധാരണ ചീരയിലേക്ക് അരിയുന്ന പോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കുക. പിന്നെ വേണ്ടത് സവാള, അതും പൊടിയായിട്ട് അരിയുക, ചെറുതായിട്ട് അരിയുക. പിന്നെ വേണ്ടത് തേങ്ങ, പിന്നെ 2 or 3 മുട്ട. അത് നിങ്ങൾക്ക് എത്ര എണ്ണം വേണം അതിനനുസരിച്ചിട്ട് എടുക്കുക. ഇത്രയും സാധനങ്ങളാണ് ഇതുണ്ടാക്കാനായിട്ട് വേണ്ടുന്നത്. ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കടുക് വറുക്കാനായിട്ട് കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് അതിൻ്റെ ഒരു സ്മെല്ലൊന്ന് മാറുന്നതിന് വരെ അതിൽ കിടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് കറിവേപ്പില, പിന്നെ പച്ചമുളക്, അത് കഴിഞ്ഞ് സവാള, അരിഞ്ഞു വെച്ച സവാള, ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് വേണം ഇളക്കാൻ. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. മുടി ഒന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് അരിഞ്ഞു വെച്ച ഈ ഇലയാണ്. അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനും കൂടി ഉപ്പ് വേണമല്ലോ. ആദ്യം ഇതിന് സവാളയ്ക്ക് മാത്രമുള്ള ഉപ്പ് ഇട്ടിട്ടുള്ളൂ. ഇതിനാവശ്യമുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം.
ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇലകളും സവാളയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, അതിനകത്ത് വെള്ളമൊന്നും ഇല്ല. ഇനി ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം നമ്മൾ ആ മുട്ട ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കും. മുട്ട ഒന്ന് ഹാഫ് കുക്ക് ആയതിനു ശേഷം മാത്രമേ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുള്ളൂ. അപ്പോൾ അത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മുട്ടയ്ക്കകത്ത് ഞാൻ ഒരു വറ്റൽമുളക് കുറച്ച് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിന് നല്ല എരിവായിരിക്കും. ഉണ്ടോ? എന്നിട്ട് ഇത് കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി, നമ്മൾ മുട്ടത്തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇളക്കില്ലേ, അതേമാതിരി നന്നായി ഇളക്കുക. ഇതിലേക്ക് കുറച്ചും കൂടി ഞാൻ മുളക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ചില്ലി, അതുകൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഇതിപ്പോൾ ഈ രീതിയിൽ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഈ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കുക. ഇതെല്ലാത്തിനകത്തേക്കും നന്നായിട്ട് പിടിച്ചിക്കും. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ ചിരകി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങ അങ്ങനെ തന്നെ ഇടുകയാണ്. ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. ഇത് നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു തവണ ചെയ്ത് നോക്കിയാൽ പിന്നെ ഉറപ്പായിട്ടും എപ്പോഴും അങ്ങനെ ചെയ്യും. ആദ്യം ഒരു തവണ എന്തോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമല്ലോ, അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, ഉറപ്പാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ മൈക്രോ ഗ്രീൻ വിത്ത് എഗ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികളെയൊക്കെ കഴിപ്പിക്കാൻ വളരെ ഈസിയാണ്. ഒരു ഇലയുണ്ടെന്ന് അറിയേയില്ല അവർ, അത്ര ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്